സേതുവിന്റെ പല്ലിവിടി നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടെ, ഇന്ന് രാവിലെ ആദർശിന്റെയും നയനയുടെയും അതുപോലെ കിരണിന്റെയും കല്യാണിന്റെ ആരുടെ വിശേഷങ്ങളൊന്നും ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ എന്താണെങ്കിലും വൈകുന്നേരം മുതൽ കൃത്യസമയത്ത് തന്നെ കഥകളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാവേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ഋതുവിന്റെ അടുത്തേക്ക് ഇന്ദ്രൻ വന്ന് കുഞ്ഞിനെ കുറിച്ച് ചോദിക്കണം. ഋതു കൈ മലർത്തുക, എനിക്കറിയത്തില്ല, അല്ലെങ്കിലും നീ ഇതൊക്കെ എന്നോട് എന്തിനാ വന്ന് ചോദിക്കണേന്നൊക്കെ ചോദിച്ചു. അത് കേട്ടപ്പോ ഇന്ദ്രന്റെ ദേഷ്യം വന്നു. ഇന്ദ്രൻ എന്നല്ല ആർക്കും ദേഷ്യം വരും. കുഞ്ഞിനെ കുറിച്ച് കുഞ്ഞിന്റെ അമ്മയോടല്ലാതെ പിന്നെ ആരോട് ചോദിക്കാനായിട്ടാ? ഇന്ദ്രൻ പറഞ്ഞു, എടി നിനക്കെന്താ അറിയത്തില്ലാത്തെ? നിന്റെ അടുത്ത് കിടന്ന കുഞ്ഞല്ലേന്ന് ചോദിച്ചു. ആ എനിക്കറിയില്ല, ഇത് ഒറ്റ ഓർമ്മ കിട്ടുക അന്നാണ്ടല്ലോ. നീ എന്ത് ഭ്രാന്തൊക്കെയാടി പറയണെന്ന് ചോദിച്ചു. ഓ പിന്നെ കുഞ്ഞിനോടുള്ള സ്നേഹമുള്ള ഒരാൾ വന്നിരിക്കുന്നു. നീ എന്താ ഏതാന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാടാ. എപ്പോഴാ നിനക്ക് ഈ കുഞ്ഞിനോട് സ്നേഹം തോന്നി തുടങ്ങിയത്? ഇത് വയറ്റിലായ സമയത്ത് നീ എന്നെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ആ കുഞ്ഞിന് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ? എന്നിട്ട് ഒരു കുഞ്ഞിനോടുള്ള സ്നേഹമായിട്ട് വന്നിരിക്കുന്നു. അത് കേട്ടപ്പോ ഇന്ദ്രൻ ചോദിച്ചു, നീയൊക്കെ ഒരു അമ്മയാണോന്ന് ചോദിച്ചു. ദേ മിണ്ടി പോയേക്കരുത്. എടാ എനിക്ക് ആ കുഞ്ഞിനെ പോലും വേണമെന്നുണ്ടായിരുന്നില്ല. പിന്നെയാണ് നീ പോയി എവിടെയാന്ന് വെച്ചാൽ അന്വേഷിക്കുക. എൻ്റെ അടുത്ത് അന്വേഷിച്ച് വരണ്ടാന്നും പറഞ്ഞ് ഋതു ഇന്ദ്രനെ മുറിന്ന് പുറത്താക്കണം. ഇന്ദ്രനോർത്തു, ഒരു കുഞ്ഞെവിടെയായിരിക്കും? അങ്ങനെ സേതുവിന്റെ പല്ലവിയുടെയൊക്കെ മുറിയുടെ ചെന്ന് കഴിഞ്ഞിട്ടും അവിടെയും കണ്ടില്ല. ഒരു പക്ഷെ കുഞ്ഞ് പല്ലവിയുടെ കയ്യിലായിരിക്കുമോ? സാധാരണ അങ്ങനെയാണ്, പല്ലവിയാണ് കുഞ്ഞിനെ നോക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ സമയത്ത് സേതുവും പല്ലവിയും കൂടെ കുഞ്ഞിനെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുവന്നു. അവിടെ ചെന്ന് ഡോക്ടർ ഞാനൊന്ന് പരിശോധിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. കുഞ്ഞിന് ചെറിയൊരു അനക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞ് തളർന്നു പോയിട്ടുണ്ടായിരുന്നു. കാരണം കുഞ്ഞിന് പാല് കൊടുക്കുന്നുണ്ടായിരുന്നില്ല കൃത്യസമയത്ത്. കുഞ്ഞ് കരഞ്ഞ് തളർന്നു പോയായിരുന്നു. ഋതു നോക്കിയെങ്കിലല്ലേ എല്ലാരും വന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേനും ഞാൻ പാല് കൊടുത്തു എന്നൊക്കെ വലിയ വർത്താനം പറയും. പക്ഷെ അതായിരുന്നില്ല സ്ഥിതി. കുഞ്ഞിനെ വേണ്ടാത്തോണ്ട് കുഞ്ഞിനെ എങ്ങനെയാലും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഋതു ശ്രമിച്ചുകൊണ്ടിരുന്നത്. എല്ലാവരോടും ഉള്ള ദേഷ്യം, ഇന്ദ്രനോടുള്ള ദേഷ്യം കുഞ്ഞിന്റെ അടുത്ത് തീർത്തു. അവൻ അതിനറിയില്ലല്ലോ എങ്ങനെ ഇതാന്നൊക്കെ. കുറെ സമയം കരഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞ് തളർന്നുപോയി. അതാണ് സംഭവിച്ചത്. പല്ലവിക്ക് മനസ്സിലായി ഒരു പക്ഷെ കുഞ്ഞിന് പാല് കൊടുക്കാത്തതുകൊണ്ട് കുഞ്ഞിന് എന്തോ വയ്യായിക ഉണ്ടായിട്ടുള്ള കാര്യം. ആ സമയത്ത് രാജലക്ഷ്മി പിന്നീട് പൊന്നുമടത്തിലേക്ക് വരുന്നുണ്ട്. അപ്പൊ കുഞ്ഞിനെ കാണാൻ ഇതുവരെയായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വന്ന് ഞാൻ പൂർണ്ണിമ ഇറങ്ങിച്ചെന്നു. പൂർണ്ണിമയോട് രാജലക്ഷ്മി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതെ, എനിക്ക് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടല്ലോ ഒരാള്, പാറും പ്രഗ്നന്റ് ആയിട്ട് ഉള്ളതല്ലേ. അത് കേട്ടപ്പോൾ പൂർണ്ണിമ പറഞ്ഞു, അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞു. അല്ല എന്തിയെ കുഞ്ഞെന്തിയെ? എനിക്ക് കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഋതു അങ്ങോട്ടേക്ക് വരുന്നേ. ഋതുവിനോട് രാജലക്ഷ്മി വെച്ചു, അല്ല എന്തിയെ കുഞ്ഞെന്തിയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ രാജലക്ഷ്മിയോട് ദേഷ്യപ്പെടുകയാണ് ഋതു. എന്നോട് എന്തിനാ ചോദിക്കണേ? എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. ആ സമയം രാജലക്ഷ്മി വെച്ചു, നിന്നോടല്ലാതെ പിന്നെ ആരുടെ ഋതു ചോദിക്കണമെന്ന് ചോദിച്ചു. ആ നിങ്ങളുടെ മകനുണ്ടല്ലോ, മകനോട് പോയി ചോദിക്കാൻ പറഞ്ഞു. ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു. എടാ എന്തിയടാ കുഞ്ഞെന്തിയെന്ന് ചോദിച്ചു. അത് കേട്ടപ്പം ഇന്ദ്രൻ പറഞ്ഞു, അമ്മേ അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുക നല്ലതെന്ന് പറഞ്ഞു. എന്താ? ഇവളതിനെ കുഞ്ഞിനെ നോക്കുന്നു പോലും ഇല്ലാന്ന് പറഞ്ഞു. നോക്കുന്നില്ലെന്നോ? എന്തൊക്കെയാടാ നീ പറയണെന്ന് ചോദിച്ചു. അതെ, ഇവളോട് കുഞ്ഞിനെ നോക്കാൻ പറഞ്ഞു, ഇവള് നോക്കത്തില്ല എന്ന് പറഞ്ഞു. ഈ സമയം രാജലക്ഷ്മി പൂർണ്ണിമയോട് ചോദിച്ചു, എന്താ പൂർണ്ണിമ ഇതെന്തൊക്കെയായി കേൾക്കണമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും പൂർണ്ണിമ പറഞ്ഞു, എനിക്കറിയില്ല രാജലക്ഷ്മി, പറഞ്ഞു കൊടുക്കാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. പക്ഷെ ഋതു അനുസരിക്കണ്ടേന്ന് ചോദിച്ചു. ഋതു പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കുഞ്ഞിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട. എനിക്ക് ആ കുഞ്ഞിനെ വേണ്ട. നിങ്ങളുടെ മകനോട് വേണേ കൊണ്ടുപോയി നോക്കാൻ പറ. നിങ്ങളുടെ മകന് വേണേ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചിരുന്നോട്ടെ, എന്നെ അതിന് കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രാജേഷ് വെച്ചു, നീ എന്തൊക്കെയാടി പറയണമെന്ന് വെച്ചു. എന്താ? എന്റെ നേർക്ക് ചാടിക്കടിക്കാൻ വന്നിട്ട് കാര്യമില്ല. നിങ്ങളുടെ മകനെ നേരെ ചൊവ്വ വളർത്തുമായിരുന്നെങ്കിലേ ഇന്ന് ഈ ഗതികേട് എനിക്കും ഉണ്ടാകത്തില്ലായിരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് വായി വന്നെല്ലാം വിളിച്ചു പറയണ ഋതു. അപ്പോഴേക്കും പൂർണ്ണിമ ദേഷ്യപ്പെട്ടു. എന്തൊക്കെ ഋതു നീ പറയണേ? ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അതെ അമ്മ ഈ കാര്യത്തിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞ് ഋതു ദേഷ്യപ്പെട്ട് കയറിപ്പോയി മുറിയിലേക്ക്. ആ സമയം പൂർണ്ണിമ പറഞ്ഞു, രാജലക്ഷ്മി കുഞ്ഞ് പല്ലവിയുടെ അടുത്ത് ഉണ്ടെന്ന് പറഞ്ഞു. കാരണം പല്ലവിയാണ് കുഞ്ഞിനെ നോക്കുന്നതെന്ന് പറഞ്ഞു. ഋതു പണ്ടത്തെ സ്വഭാവമൊന്നുമല്ല. ഋതുവിന് കുറെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിന് കാരണം നിങ്ങളുടെ മോൻ തന്നെയാണ്. അറിയാലോ അവന്റെ സ്വഭാവം എന്തായിരുന്നു. രാജേഷ് പറഞ്ഞു, എനിക്കറിയാം പൂർണ്ണിമ എന്ന് പറഞ്ഞു. അതെ, അവൻ വേണ്ടവണ്ണം അവളെ നോക്കിയിട്ടില്ല. അപ്പൊ അതിന് ദേഷ്യവും കാര്യങ്ങളൊക്കെ അവൾ കൊണ്ടെന്ന് പറഞ്ഞു. പിന്നീട് മുറിയിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും സേതുവിനെയും പല്ലവിനെയും കണ്ടില്ല. പിന്നീടാണ് ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവർ ഹോസ്പിറ്റലിലാണ് എന്തൊക്കെയുള്ള കാര്യങ്ങൾ അറിയുന്നത്. ധൃതിക്ക് പോയതുകൊണ്ട് ആരോടും പറഞ്ഞു പോലുമില്ല. പല്ലവി സേതും കൂടെ പെട്ടെന്ന് തന്നെ പോവുകയോ ചെയ്തേ. ഒടുവില്
രാജലക്ഷ്മിക്കാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. കുഞ്ഞിനെ കാണാൻ പ്രതീക്ഷയോടുകൂടി വന്ന, അത് മാത്രമല്ല കുഞ്ഞിന് എന്ത് പറ്റിയെന്നൊന്നും അറിയത്തില്ലോ. അങ്ങനെ രാജലക്ഷ്മി തിരികെ പോകുന്നുണ്ട്. ഈ സമയത്ത് ഡോക്ടർ കുഞ്ഞിനെ പരിശോധിച്ചിട്ട് പല്ലവിയോട് പറഞ്ഞു, അതെ, കുഞ്ഞിന് നല്ല ക്ഷീണമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. ഈ കണ്ടീഷനിൽ കുഞ്ഞിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അധികം നാളൊന്നും കുഞ്ഞിന് ഭൂമിയിൽ ജീവനോടെ ഇരിക്കില്ല. നിങ്ങളിത് എന്ത് പരിപാടിയെ കാണിക്കണം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറെ ചീത്ത പറയുന്നുണ്ട്. നിങ്ങളോട് ഞാൻ പ്രത്യേകം പറഞ്ഞില്ലായിരുന്നോ കുഞ്ഞിന്റെ കാര്യം ശ്രദ്ധിക്കണമെന്ന്? പല്ലവി പറഞ്ഞു, ഡോക്ടർ നോക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടാണോ ഈ കുഞ്ഞ് പാല് കുടിച്ചിട്ട് എത്ര സമയമായി എന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ചോദിച്ചു. അല്ല, അത് പിന്നെ അതാ പറഞ്ഞേ, ഞാൻ നിങ്ങളോട് ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്ന സമയത്ത് പറഞ്ഞായിരുന്നല്ലോ, കുഞ്ഞിന്റെ ഉത്തരവാദിത്തം നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ഏറ്റെടുക്കാവുള്ളൂ. ഋതുവിനെ കൊണ്ട് സാധിക്കില്ലെന്ന് അറിയായിരുന്നു. അതിപ്പോൾ പല്ലവി പറഞ്ഞ് ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ, അങ്ങനെയാണ് കുഞ്ഞിനെ കൊടുത്തു വിട്ടത്. പക്ഷേ എങ്കിൽ ഇപ്പോഴാണെങ്കിലോ കുഞ്ഞിന്റെ അവസ്ഥ കണ്ടപ്പോൾ ഡോക്ടർക്ക് ഒരു സങ്കടമായി. ഡോക്ടർ പറഞ്ഞൊരു കാര്യം ചെയ്യാം, തൽക്കാലത്തേക്ക് ഒബ്സർവേഷൻ കിടത്തട്ടെ, നോക്കട്ടെ, അതിനുശേഷം എന്താ വെച്ചാൽ തീരുമാനിക്കാന്ന് പറഞ്ഞു. പെട്ടെന്ന് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഡോക്ടർ ചെയ്യുന്നുണ്ട്. ഈ സമയം സേതുവിൻ്റെ അടുത്ത് നിന്നിട്ട് പല്ലവി പറഞ്ഞ്, എന്ത് ചെയ്യും സേതുവേട്ടാന്ന് ചോദിച്ചു. സേതുവിന് ഉത്തരവില്ലായിരുന്നു. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്താവും, ഒരു കുഞ്ഞു ജീവനല്ലേ, അതിനെ നമുക്ക് രക്ഷിച്ചെടുത്തല്ലേ മതിയാവുള്ളൂ. ഋതു നോക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ കുഞ്ഞിനെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. സേതു പറഞ്ഞു, അത് ശരിയാ, ആ കുഞ്ഞ് എന്ത് പഠിച്ചു? ഇന്ദ്രന്റെ ഇന്ദ്രന്റെ ഋതുവിന്റെ ഇടയ്ക്ക് കിടന്ന് ആ കുഞ്ഞ് ശരിക്കും ശ്വാസം മുട്ടുന്നേ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ പല്ലവി പറഞ്ഞു, കുറച്ച് ആഹാരമൊക്കെ കഴിക്കാൻ തുടങ്ങിയതായിരുന്നേ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഇത് അങ്ങനെയല്ലോ സേതുവേട്ടാ. സേതു പറഞ്ഞു, നീ വിഷമിക്കേണ്ട, ധൈര്യമായിട്ട് ഇരിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് പല്ലവിയെ. ഈ സമയത്ത് പാറു വിശ്വത്തിന്റെ അടുത്തേക്കുന്നു. വിശ്വത്തിന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, വിശ്വം, എനിക്കും കുഞ്ഞിനെ കാണാൻ പോണമെന്നുണ്ടായിരുന്നു പറഞ്ഞു. വിശ്വം പറഞ്ഞു, അതെന്താ? അല്ല, നമ്മൾ പോയില്ലല്ലോ, എനിക്കും ഭയങ്കര കൊതിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വിശ്വം പറഞ്ഞു, തൽക്കാലത്തേക്ക് ഇപ്പം നീ പോണ്ട, പ്രഗ്നൻ്റായിട്ടിരിക്കുന്ന സമയമല്ലേ, പിന്നീട് എപ്പോഴേലും പോകാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. പാറു പറഞ്ഞു, എന്താന്ന് എനിക്ക് അറിയത്തില്ല വിശ്വം, എനിക്കെന്തോ വയറ്റ് കുഞ്ഞുള്ളത് പോലും തോന്നില്ല എന്ന് പറഞ്ഞു. അതുകൂടെ കേട്ടിയും വിശ്വത്തിന് ഭയങ്കര സങ്കടമായി. കാരണം ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഈ കുഞ്ഞിന് അധികം ആയുസ് ഉണ്ടാകത്തില്ല, 3-4 മാസം വരെ ജീവിച്ചിരിക്കുള്ളൂ. കാരണം അതിന് വളർച്ചയും കാര്യങ്ങളും കുറവാണ്, പാറുവിൻ്റെ വയറ്റ് വളരുന്ന കുഞ്ഞിന്. അതുകൊണ്ട് അതിനെ എത്രയും പെട്ടെന്ന് തന്നെ അബോർട്ട് ചെയ്ത് കളയണം. പക്ഷെ അതെങ്ങനെ പാറിനോട് വിശ്വത്തിന് പറയണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. അത് കേട്ടുകൊണ്ട് ഇവളുടെ മനോനില എന്തായിരിക്കും, പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതാണ്. ഇവള് മാത്രമല്ല അമ്മയും. ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞപ്പോൾ വല്ലാത്ത ടെൻഷനായിപ്പോയി പാറുവിന്. അല്ല, വല്ലാത്തൊരു ടെൻഷനായിപ്പോയി വിശ്വത്തിന്. ഇവള് മാത്രമല്ല ബാക്കി എല്ലാവരും ഇവളുടെ വീട്ടിലാണെങ്കിലും തന്നെ അങ്ങനെയൊക്കെ തന്നെയാണ് കാത്തിരിക്കുന്നത്. വിശ്വത്തിന് മുഖം മാറുന്ന കണ്ടപ്പത്തിനും പാറു ചോദിച്ചു, എന്താ വിശ്വം എന്താന്നും പറയാത്തെ, എന്താ മുഖം വല്ലായിരിക്കണമെന്ന് ചോദിച്ചു. ഒന്നുമില്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും പാറു പറഞ്ഞു, ഇനിയിപ്പം ഒരു 6 മാസം അവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും ഇങ്ങനെ കുഞ്ഞിനെ കൊഞ്ചിക്കുകയൊക്കെ ചെയ്യാല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടപ്പം വിശ്വത്തിന്റെ കണ്ണ് നിറഞ്ഞു വന്നു. എന്തു പ്രതീക്ഷ അവൾക്ക്, ഇവളോട് എങ്ങനെ സത്യങ്ങളൊക്കെ തുറന്നു പറയുമെന്ന് അറിയത്തില്ല. അതൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇനി എന്തായാലും കുഞ്ഞിന്റെ കാര്യത്തിൽ സേതുവും പല്ലവി ഒരു തീരുമാനം എടുക്കും. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ. ഒന്നെങ്കിൽ ഋതുവിനെ മര്യാദ പഠിപ്പിക്കും, കാരണം കുഞ്ഞിനെ നോക്കാനെങ്കിലും ഇത്രയൊക്കെ ആയില്ലേ. ഇനിയിപ്പോൾ കുഞ്ഞിനോട് ദേഷ്യം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇന്ദ്രന് ഉറപ്പായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും, കുഞ്ഞിനെ അവൻ സ്നേഹിക്കാനും തുടങ്ങും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.